السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. എല്ലാ മാശൈഖന്മാരുടെ തോളും ഏകല്ലരുളാലേ എൻ്റെ കാലെന്നോവർ അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നാര് അവരെ തലക്കുമേൽ ഹൽക്ക് പൊതിഞ്ഞോവർ. അപ്പോളെ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ. കാഫ് മലയിനും ബഹിർ മോഹിത്തിനും യജൂജി നാട്ടിനും തലനെ താത്തിച്ചോവർ. അതിൽ ഒരു ശൈഖാദല്ലെന്ന് ചൊന്നാര് അവരെ വലിപ്പട്ടം നീക്കിച്ച് വെച്ചോവർ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊഹീദ്ദീൻ മാല ആശയ പഠന ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഏകൽ അരുളാലെ എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ ഏകൽ അരുളാലെ എൻ്റെ കാലെന്നോവർ അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നോരെ അവരെ തലക്കുമ്മൽ ഹൽക്ക് പൊതിഞ്ഞോവർ. എല്ലാ ഔലിയാക്കളുടെയും തോളുമ്മേൽ എൻ്റെ കാല് എന്ന് മഹാനായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോൾ അതിനെ മലക്കുകൾ അംഗീകരിച്ച ഒരു രംഗമാണ്. എല്ലാ മലക്കുകളും അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് മലക്കുകൾ പറഞ്ഞു. അവരെ തലക്കുമ്മൽ ഹൽക്ക് പൊതിഞ്ഞവർ മഹാനായ ശൈഖ് അവറുകളുടെ കുറിച്ചുള്ള പൂരിച്ച അവരുടെ മദ്ഹുകൾ വാനലോകത്തും ഭൂമി ലോകത്തും ഒക്കെ പരന്നു കിടന്നു, പരക്കാൻ തുടങ്ങി. മഹാനവറുകളെ ഔലിയാക്കളുടെ നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും എല്ലാ ഔലിയാക്കളും ആ അംഗീകാരം, ആ സ്ഥാനത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നും ഉള്ള പ്രഖ്യാപനം ലോകമൊട്ടാകെ വ്യാപിച്ചു. അവരെ തലക്കുമ്മൽ ഹൽക്ക് പൊതിഞ്ഞവർ, എല്ലാ സൃഷ്ടികളും, എല്ലാ പടപ്പുകളും, എല്ലാ ഔലിയാക്കളും ആ അംഗീകാരത്തെ, ആ സ്ഥാനത്തെ, ഔലിയാക്കളുടെ ലീഡർഷിപ്പ് എന്നുള്ള ആ സ്ഥാനത്തെ അംഗീകരിച്ചു. അപ്പോളെ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ. അവിടെ നമ്മൾ ഓർക്കണം, ഈ പ്രഖ്യാപനം കേട്ടപാട് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും അവർക്ക് തലതാത്തി ചാച്ചി കൊടുത്തവർ. മലക്കുകളും ആ സന്ദേശം മഹാനവറുകളെ അറിയിക്കാൻ തുടങ്ങി. മലക്കുകൾ അറിയിക്കുക എന്നുള്ളത് പ്രവാചകന്മാർക്ക് വഹ്യ് മുഖേനയാണ്. ഇപ്പൊ മറിയം ബീബിയുടെ കഥ നമ്മൾ പറഞ്ഞില്ലേ? വലിയത്തായ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന്, ആ സംഭവം നമ്മൾ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മലക്കുകൾ മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെടും. അവർ ഏതവസരത്തിലും അവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരം അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, ഇന്നല്ലദീന ആമനു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മരണം ആസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അവർ വന്നുകൊണ്ട് അവർ പറയുമത്രേ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകൾ പറയും, ഈ സ്വർഗമാണ് നിങ്ങൾക്കുള്ളത്, ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷ വാർത്ത അറിയുക എന്ന് മലക്കുകൾ മരണമാസന്നമായ ആളുടെ അടുക്കൽ വന്നുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ പറയും.
തന്നെയുമല്ല, എന്നിട്ട് അവർ പറയുന്നു നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ സഹായികളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും എത്തിച്ചു തരും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു പറയുന്ന രംഗങ്ങൾ മലക്കുകൾ മരണമാസന്നമായ ആൾക്കാരുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ മരണമാസന്നമായ ആളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന ഈ രംഗം. അപ്പോൾ മലക്കുകൾ മനുഷ്യരുമായിട്ട് എപ്പോഴും ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ളവരാണ് മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരവധി സംഭവങ്ങൾ, നിരവധി അത്ഭുതങ്ങൾ ഖുർആനിലും ഹദീസിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ അടുക്കൽ മലക്കുകൾ വന്നുകൊണ്ട് അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചെന്നവർ അവരെ തലക്കും ഹൽക്ക് പൊതിഞ്ഞവർ മലക്കുകൾ ആ സത്യം അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും നിങ്ങൾ ഔലിയാക്കളുടെ നേതാവായി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം അവർ അംഗീകരിക്കുകയും ചെയ്ത സംഭവം മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഒരാള്, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അബൂബക്കർ എന്ന് പറയുന്ന ഒരു ശൈഖ് അത് എന്തായി അധികം അംഗീകരിച്ചില്ല. അപ്പോൾ ആ ഷെയ്ഖ് എന്തായി, ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ വലിപ്പട്ടം അപ്പോൾ തന്നെ അവരെന്തായി മൊയ്തീൻ തങ്ങൾ പാപ്പ നീക്കിക്കളഞ്ഞു. പിന്നെ മാപ്പ് പറഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭൂമിയിലെ ഷെയ്ഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ, കാഫ് മലയിനും ബഹിർ മൊഹീത്തിനും യജൂജ് നാട്ടിനും തലനെ താത്തിച്ചോവർ. കാഫ് മലയിനും ഈ ബഹിർ മൊഹീത്തിനും യജൂജ് നാട്ടിനും, ഒരു നാടിന്റെ പേരാ, തലനെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും മുഴുവൻ ഔലിയാക്കളും, കാഫ് മല എന്നാൽ വലിയൊരു മലയാണ്, അങ്ങനെ ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ ഔലിയാക്കളും ഇങ്ങനെ മൊയ്തീൻ ശൈഖ് തങ്ങൾ പാപ്പ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾക്കും ഈ സന്ദേശം, ഈ മെസ്സേജ് അള്ളാഹു തആല അപ്പം തന്നെ എത്തിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ലോകമൊട്ടാകെ അറിയുന്നില്ലേ, അതിനെക്കാട്ടിയും സ്പീഡിൽ അള്ളാഹു തആല ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾക്കും മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ നിങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള കാഫ് മലയിലും ബഹർ മുഹീത്തിനും യജൂജ് നാട്ടിനും ആ എല്ലാ നാടുകളിലേക്കും മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പാപ്പയുടെ ഈ ഔലിയാക്കളുടെ ലീഡർഷിപ്പ് അവരെന്താക്കി അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു. അതിലൊരു ശൈഖാദല്ലെന്ന് ചൊന്നാരേ അവരെ വലിപ്പട്ടം നീക്കിച്ച് വെച്ചോവർ. അതിലൊരു ശൈഖ് പറഞ്ഞു ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പാപ്പ അവരുടെ ഔലിയാക്കൾ എന്നുള്ള പട്ടികയിൽ നിന്ന് അവരെ എടുത്ത് ചാടി, നിങ്ങളിനി ഔലിയല്ല. അങ്ങനെ ഒരുപാട് മാപ്പുകൾ പറഞ്ഞ് തിരിച്ചു നൽകപ്പെട്ടു എന്നും ചരിത്രത്തിൽ കാണുന്നു. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.